Hi dears, welcome back to our family. കണ്ണാടിക്കപ്പുറം കാശിയുടെ വിരളാ. ഫുഡൊക്കെ കഴിച്ചിട്ട് അവ ഇവിടെ വെച്ചിട്ട് തേക്കുന്നതാ. ഈ സൈഡിലാണ് ഞാനും കാശി എപ്പോഴും ഇരിക്കാറുള്ളത്. സോ അതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാവരും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവർക്കും എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടോ എന്നും എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയുടെ ഇതിപ്പം എത്രാം മാസമാണ്, 5ാം മാസമാണ്. ഈ 13-ാം തീയതി ആകുമ്പോഴത്തേന് 7ാം മാസം സ്റ്റാർട്ടാവും. സോ എനിക്ക് ഇപ്പം ഈ ഒരു 1 മന്ത് തൊട്ടിട്ട് എനിക്കുള്ള ഭയങ്കര ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ. അങ്ങനെ എനിക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു വിചിത്രമായ കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിക്കുന്നുണ്ട്, ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നിങ്ങനെ രണ്ട് മനസ്സിൽ നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് തോന്നിയ കണക്ക് ആഗ്രഹങ്ങളുള്ള പ്രഗ്നന്റ് ലേഡീസ് ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തു. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പം ഒരു അത്ഭുതമായിട്ട് തോന്നാം. എനിക്ക് തോന്നി. കാര്യം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സോ എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ വന്നപ്പോഴത്തേന് ഇങ്ങനെ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മണ്ണ് കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നുന്നു. മണ്ണ് മീൻസ് നമ്മുടെ മണ്ണുണ്ടല്ലോ, ഇവിടുത്തെ മണ്ണല്ല, നമ്മുടെ നാട്ടിലെ ഈ പുതുമഴയൊക്കെ വീഴുന്ന ടൈമിൽ മണ്ണിൻ്റെ ഒരു സ്മെല്ല് വരുമല്ലോ, ആ മണ്ണ് കഴിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചുടുകട്ട ഉണ്ടല്ലോ, ചുടുകട്ട, ആ സെയിം ആ മണ്ണിൻ്റെ സ്മെല്ലുള്ള ചുടുകട്ട. അതല്ലാന്നുണ്ടെങ്കിൽ ചെങ്കല്ലിൻ്റെ കട്ട ഉണ്ടല്ലോ, ചെങ്കല്ലിൻ്റെ കട്ട. അതും അല്ലെങ്കിൽ എനിക്ക് ഓട്. എൻ്റെ അമ്മാമ്മ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിട്ട വീടാണ്. പണ്ടത്തെ ഓടിട്ട വീടാണ് എൻ്റെ അമ്മാമ്മ വീട്. സത്യത്തിൽ ഞാൻ ചെറുപ്പത്തിൽ ഈ മണ്ണ് വാരി കഴിച്ചിട്ടില്ല, പക്ഷെ ഈ ചുടുകട്ട ഞാൻ വാരി കഴിച്ചിട്ടുണ്ട്. ഓട് കടിച്ചു പൊട്ടിച്ച് ഇറക്കല്ല, ഞാൻ വായിലിട്ട് ചവച്ചിട്ടുണ്ട്. പിന്നെ വേറെന്താണ്, ഇത് ഈ ചെങ്കലിൻ്റെ കട്ട. അതായത് നമ്മൾ ഈ വീട് കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ കട്ട മുറിച്ചെടുക്കുമല്ലോ മണ്ണിൻ്റെ അകത്തുനിന്ന്, ആ കട്ട. അതൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത്, ഞാൻ സത്യത്തിൽ എൻ്റെ അമ്മ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ഒരു മൈൻഡ് ഇരിക്കുന്നത് കൊണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ എനിക്കൊരു 1 മന്ത് ആയിട്ട്, ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ആ ഒരു ആഗ്രഹം തുടങ്ങിയത്. മേ ബി എനിക്ക് ഈ ഒരു ആഗ്രഹം നാട്ടിൽ വെച്ചിട്ടാണ് ഇത് തോന്നിയതുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കഴിച്ച് പോയിട്ടുണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം ഈ പ്രഗ്നൻസി ടൈമിൽ തോന്നുന്ന ലേഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിൽ എനിക്കറിയത്തില്ല. അങ്ങനെ ആഗ്രഹങ്ങളുള്ള പെൺകുട്ടികൾ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തത്. സെർച്ച് ചെയ്ത ടൈമിൽ ഒരു ചേച്ചി മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളൂ, ഇതേ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിരിക്കുന്ന ഒരു ചേച്ചിയുടെ വീഡിയോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ, നിങ്ങൾക്ക് അറിയെങ്കിൽ ഇങ്ങനെ ഒരു സിംറ്റം ഉണ്ടായിട്ടുണ്ട്. സിംറ്റം മീൻസ് ഇങ്ങനെ കഴിക്കാനുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ തോന്നുന്നത് എന്തുകൊണ്ടിട്ടാണ് എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നാട്ടിലായിരുന്നെങ്കിൽ മേ ബി അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ചേച്ചിയുടെ വീഡിയോക്കകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടിട്ടും ഇതുപോലെയുള്ള മണ്ണ് കഴിക്കാനൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ടെൻഷൻ ഉണ്ടാവുന്ന ടൈമിൽ, ടെൻഷൻ എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. മേ ബി അതുകൊണ്ടിട്ടാണോ, ആ ചേച്ചീൻ്റെ വീഡിയോക്കകത്ത് തന്നെ ആ ചേച്ചി പറയുന്നുണ്ട്, പലരും ഇത് പറയാൻ ഒരുപാട് 5 പ്രഗ്നന്റ് ലേഡീസിനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ലേഡീസിന് ഈ ഒരു ആഗ്രഹം തോന്നാം എന്ന് പറയുന്നുണ്ട്. സോ എനിക്കറിയത്തില്ല, ഇതുവരെ അരി കഴിക്കാനായിട്ട് ആഗ്രഹം തോന്നുന്ന ലേഡീസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ വല്യമ്മച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, കരിക്കട്ട കഴിക്കാനായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ തോന്നുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ചിലർ ഈ ചാണകം ഉണ്ടല്ലോ, പണ്ടുള്ള വീടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം മെഴുകിയ തറയൊക്കെയാണല്ലോ. സോ ആ ചാണകം കഴിക്കാനായിട്ടുള്ള ആഗ്രഹം തോന്നുന്നവരുണ്ട്. ആ ഒരു സ്മെല്ല് പിടിച്ചിട്ട് അത് കഴിക്കാൻ തോന്നുന്നവരുണ്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സൈക്കിള്
ആ അങ്ങനെ വിചിത്രമായ ചില ചില ആഗ്രഹങ്ങൾ പെയിന്റിന്റെ സ്മെല്ല് കേൾക്കുമ്പം അത് കഴിക്കാൻ തോന്നുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്നും കഴിക്കാൻ പാടില്ല പ്രഗ്നൻസി ടൈമിൽ, ഇതൊന്നും ചെയ്യരുത്. എനിക്ക് ഞാൻ സത്യം പറഞ്ഞു ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും എനിക്കത് കഴിക്കണം അത് കഴിക്കണം. ലൈക്ക് ഈ മണ്ണ് വേറൊന്നുമല്ല, എനിക്ക് മണ്ണ് ചുടുകട്ട, പിന്നെ മറ്റേ ഞാൻ പറഞ്ഞ കണക്ക് ചെങ്കലിന്റെ കട്ട, ഓടിന്റെ ഭാഗം മുറിഞ്ഞു വീണത്, അതൊക്കെ കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. സോ അത് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. സത്യത്തിൽ ഞാൻ നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ പോയി ടേസ്റ്റ് ചെയ്ത് നോക്കിയേനായിരുന്നു എങ്ങനെയുണ്ട് എന്നുള്ളത്. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ആ ചേച്ചീൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞത്. ആ ചേച്ചി ഡോക്ടറാണോ എന്ന് ചോദിച്ചാൽ ഡോക്ടർ അല്ലെന്ന് തോന്നുന്നു. പക്ഷേ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ആ ചേച്ചി കൂടുതലും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ഷെയർ ചെയ്യണം. ഇത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ തോന്നുന്നത്, അങ്ങനെ തോന്നുന്നവരുണ്ടാവുമോ എന്ന് പറയണം. അതുപോലെ ഈ നെയിൽ പോളിഷ് ഒക്കെ അടിക്കുന്ന ടൈമിൽ അതിൻ്റെ സ്മെല്ല് പിടിക്കുമ്പോൾ അത് കുടിക്കാൻ തോന്നുന്നവരുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കേൾവി മാത്രമേ ഉള്ളൂ, എനിക്ക് അറിയത്തില്ല അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുപോലെ പെട്രോളിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് പെട്രോൾ അടിക്കുമല്ലോ, ആ ടൈമിൽ അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ അത് കുടിക്കുക. അത് പ്രഗ്നൻസി ടൈമിലല്ല, അല്ലാതെയും തോന്നുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇത് എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് എന്നാണ്. നമുക്ക് ശരീരത്തിന് ഒട്ടും ഗുണമുള്ള കാര്യമല്ല ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. ഡെഫിനറ്റ്ലി നിങ്ങൾ ആരും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി ഇന്ന് വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിരിക്കും ഈ ചേട്ടൻ ഇവിടെ നോർത്ത് ഇന്ത്യനാ, ഹിന്ദിക്കാരൻ ചേട്ടനാ. അപ്പൊ അവര് പള്ളിയിൽ പോയിട്ട് വന്നിരിക്കുക, അവരുടെ ക്യാപ്പ് എടുത്ത് വെച്ചേക്കുക അവൻ. ആ അങ്ങനെ എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല എന്തുകൊണ്ടിട്ടാണ് എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, എനിക്കിങ്ങനെ കഴിക്കണമെന്ന് ആരോടും പറയാൻ പറ്റും. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ തല്ലി കൊല്ലൂലേ. എന്ത് വിചിത്രമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെയാണ്. പിന്നെ ആ ചേച്ചി പറയുന്നുണ്ട് ടെൻഷൻ ആവുമ്പോൾ ഇത് കണക്ക് തോന്നാമെന്ന് പറയും. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ്റെ എക്സ്ട്രീം ലെവല് എനിക്ക് തോന്നുന്നുണ്ട്. ഫീഡിങ് ടോപ്പാണ്, ഞാൻ കാശിനെ ഫീഡ് ചെയ്തിട്ട് വന്നേ, ഫുൾ അടഞ്ഞില്ലായിരുന്നതാ. ആ എനിക്കറിയത്തില്ല എന്തരാണോ എന്തോ. ഇത് പ്രഗ്നൻസിയും ഈ മണ്ണും ഒക്കെ തമ്മിൽ എന്ത് ബന്ധമെന്നാണ് ഞാൻ, എൻ്റെ മൈൻഡ് കൂടുതൽ അങ്ങോട്ടൊക്കെയാണ് പോണത്. അത് എന്തുകൊണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത്. സോ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, കാൽസ്യത്തിന്റെ കുറവാണെന്ന് പറയുന്നത്, ഈ അരി കഴിക്കാനും മണ്ണ് കഴിക്കാനൊക്കെ തോന്നുന്നത് കാൽസ്യത്തിന്റെ കുറവാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, എനിക്കിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളത്, അതുകൊണ്ടിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഈ മാസം ഒരു 15-16 ഒക്കെ ആകുമ്പോഴത്തേന് നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ടാണ് ഇനി ഡോക്ടറെ കാണാൻ. സത്യത്തിൽ എനിക്ക് 27-ാം തീയതി സ്കാനിങ് ആയിരുന്നു, 7-ാം മാസത്തിലെ സ്കാനിങ്. 7-ന് മുന്നേ ചെയ്യേണ്ട സ്കാനിങ് ആയിരുന്നു, 6-ാം മാസത്തിൽ എന്തോ ആണെന്ന് തോന്നുന്നു. അനോമലി സ്കാനിങ്ങിന്റെ റിപ്പീറ്റ് സ്കാനിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് 2 വീക്സ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്താലും മതി എന്ന് പറഞ്ഞായിരുന്നു ഡോക്ടർ, വിളിച്ചു ചോദിച്ചപ്പോൾ. സോ ഈ മാസം ഫസ്റ്റ് വീക്ക് തന്നെ വന്നിട്ട് അത് പോയി ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്തായാലും പോയി ചെയ്യണം. ചെയ്യാൻ പോകുമ്പം അത് ചെയ്തതിന് ശേഷം എൻ്റെ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടറോട് സംസാരിക്കണം ഇതേ പറ്റിയിട്ട്. അന്നേരം എനിക്ക് ഈ ആഗ്രഹം ഇതേ കണക്ക് നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ പോയി സംസാരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിലും ഇനി ചെന്നിട്ട് ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യണം. കുറേ പേര് കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കണക്ക് ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടിട്ടല്ല. ഞാൻ ഇപ്പം നോക്കുന്നത് PNNM എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. കാശിയുടെ ഡെലിവറി ടൈമിൽ അവിടെയായിരുന്നു ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം ഡോക്ടർ ഡെലിവറി എടുക്കുന്നില്ല, 7-ാം മാസം വരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് 7 സ്റ്റാർട്ട് ആവുകയാണല്ലോ ഈ 13-ാം തീയതി. അപ്പോൾ സോ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ചേഞ്ച് ചെയ്ത് കാണിക്കണം. അതിന് ഞാൻ കുറേ ഇത് കണക്ക് പറഞ്ഞപ്പോഴത്തേന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഞാൻ കൂടുതലും വീടിനടുത്തുള്ള ഹോസ്പിറ്റലാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം പെട്ടെന്നൊരു പെയിനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടി പോകാനായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലായിരിക്കുമല്ലോ. സോ മാതാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിക്കണം. അവിടെ ആശാദേവിന്നോ അങ്ങനെ പറയുന്നൊരു ഡോക്ടർ ഉണ്ട് എന്നിങ്ങനെ ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട്. സോ അവിടെ പോകാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെന്താ, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം, ഈ ഒരു മണ്ണ് തീറ്റിയുടെ കാര്യമാണ്. മണ്ണ് കഴിക്കാനുള്ള ആഗ്രഹം ഭയങ്കര വിചിത്രമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് എനിക്ക് തന്നെ എന്നോട് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക.
ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിയായ ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു ആഗ്രഹമാണ് എനിക്ക്. കഴിക്കണം കഴിക്കണം കഴിക്കണം. നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നുമല്ലോ, അങ്ങനെയുള്ള ഭയങ്കരമായ ആഗ്രഹമാണ്. ഗോകുലാണ് കേട്ടോ ബാക്കിലിരിക്കുന്നത്. സിഗ്. ഭയങ്കരമായ ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നത്. ഗോകു, ഇതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യൂല കേട്ടോ, ഈ സിഗരറ്റ് വലിക്കുന്നതിനോട്. ആൾക്ക് ഭയങ്കര എന്താ, നല്ല രീതിയിൽ സിഗരറ്റ് വലിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നല്ല രീതിയിൽ, ഞാൻ വന്നതിന് ശേഷം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ദിവസം ഒരു ചെയിൻ സ്മോക്കർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയിലായിരുന്നു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് സ്മെല്ല് പറ്റത്തില്ല, കാശിന് എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ കൊണ്ടിട്ട് ആൾ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ടെൻഷൻ വരുമ്പോഴാണ് കൂടുതലും സ്മോക്ക് ചെയ്യുന്നത് ഇപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ ഈ ചേട്ടാ സ്മോക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടല്ല സ്മോക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ആകെ ഉള്ളത് ഈ ഒരു സ്മോക്കിംഗ് ആണ്. ഇത് ഭയങ്കര കുഴപ്പമാണ്. പൂർണ്ണമായിട്ട് മാറ്റാൻ എന്നെ കൊണ്ടിട്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. വേറെ ഒരു 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 ദുശീലങ്ങളോ ഇപ്പം ഡ്രിങ്ക്സ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരനില്ല. ദൈവം സഹായിച്ചില്ല. ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇഷ്ടംപോലെ ഡ്രിങ്ക്സ് കഴിക്കുന്നവരുടെ കൂടെയൊക്കെ ആയാലും നിന്ന്, എറണാകുളത്ത് ആ ഒരു ടൈമിലൊക്കെ ആയാലും, എറണാകുളത്ത് നിന്ന ടൈമിലൊക്കെ ആയാലും ഇഷ്ടംപോലെ ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് പഴക്കം ചെന്ന ആളാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ. നന്നായിട്ട് ഡ്രിങ്ക്സ് കഴിക്കും. എൻ്റെ പപ്പ ആയാലും നല്ല രീതിയിൽ ഡ്രിങ്ക്സ് കഴിക്കും. എൻ്റെ ബ്രദേഴ്സൊക്കെ പുറത്തൊക്കെ പോകുന്ന ടൈമിൽ ഇവനെ വിളിച്ചിട്ട് പോകും, കഴിക്കില്ല. സോ എനിക്കറിയാം പുള്ളിക്കാരൻ അത് കഴിക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ ഈ ഒരു സാധനം, ഞാനീ പറഞ്ഞ കണക്ക് അതിയായ ആഗ്രഹമുണ്ടല്ലോ, അത് നിർത്തിക്കണം. പിന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ, ഞാൻ നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കുന്നതിനും ഒരുപാട് ബെറ്റർ സ്വന്തമായിട്ട് തോന്നണം, എനിക്ക് വേണ്ട, ഇത് നമുക്ക് വിടാം, നമുക്ക് പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ ആള് നിർത്തട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഞാൻ എനിക്ക് വേണ്ടി അങ്ങനെ കമ്പൽ ചെയ്ത് നിർത്തുമ്പോൾ പൂർണ്ണമാകില്ല അത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കണക്ക് ആള് നല്ല രീതിയിൽ സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പം നല്ല രീതിയിൽ, ഞാൻ വന്നതിന് ശേഷം നല്ല രീതിയിലുള്ള മാറ്റമുണ്ട്. അത് ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, നന്നായിട്ട് സ്മോക്ക് ചെയ്യും, നിർത്തിക്കണമെന്ന് പറയും. ഞാൻ അവന് തോന്നട്ടെ, അവന് തോന്നുമ്പോൾ അവൻ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നിർത്തട്ടെ എന്ന്. അതാണ് ഏറ്റവും ബെറ്റർ. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെ കാരണം ഞാൻ അതില്ലാതാക്കി, എനിക്ക് വേറെ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നു, എന്നിട്ട് നിന്നെ കാരണം അത് നിർത്തിയത് എന്നും പറഞ്ഞുകൊണ്ടിട്ട് പിന്നെ നമുക്കൊരു പഴി കേൾക്കും. പഴിയല്ല, അത് വഴിയേറ്റാലും കുഴപ്പമൊന്നുമില്ല. ആൾക്ക് തോന്നി നിർത്തുമ്പോൾ പിന്നെ ആൾക്കത് ഉപയോഗിക്കാൻ തോന്നില്ല, അതുകൊണ്ടിട്ടാ. പിന്നെ പിന്നെന്താ, ആ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ആ ഒരു ടോപ്പിക്. കസ്റ്റമർ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, അത് എനിക്ക് യൂസ്ഫുൾ ആണ്.